പിന്നെ എനിക്ക് ഷുഗറൊന്ന് നോക്കണം. അത് കാരണം ഇന്നിപ്പോൾ ഇവിടെ അവസാനിച്ചിട്ട് ഷുഗറുണ്ടല്ലേ? ഞാൻ കേരളത്തിൽ എല്ലായിടത്തും പോകും. കേരളത്തിലെ എല്ലാ ജില്ലയിലും IPC-ലാണോ അതോ അല്ല ഇവിടെ ഈ കാരിത്താസിൻ്റെ അപ്പുറത്താണ്. അവിടെ ഉള്ള മനസ്സിന് നോക്കാം. ഞാൻ ചായ കുടിക്കാൻ പോവാം. വരുന്നോ? പൊക്കും. ഞാനിന്ന് ഷുഗർ നോക്കി കഴിഞ്ഞേ ഉള്ളൂ. ഷുഗറുണ്ടെങ്കിൽ ഇല്ല, ഒത്തിരി ഇല്ല. എനിക്കൊരു 120 130 ഒക്കെ ഉണ്ട്. ബഹുമാന്യരായ ദേശനിവാസികളെ, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവഴുത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവഴുത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിലൊക്കെയും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവാനെന്ന് യേശു കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ ഇടയായി. മാനസാന്തരമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അപ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമാധാനം, സന്തോഷം, സ്നേഹം, ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് മനുഷ്യൻ മാനസാന്തരമില്ലാത്ത ആ അവസ്ഥ എന്ന് പറയും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. സകല മനുഷ്യരും മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സമാധാനം ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ സകല മനുഷ്യരും മാനസാന്തരപ്പെടണം എന്നുള്ളത്. മാനസാന്തരമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളെ ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ സമർപ്പിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ആ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം നേടുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന അനേക സാഹചര്യങ്ങളിൽ കൂടിയാണെന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമാധാനമില്ലാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അധികം ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന്റെ സമാധാനം നമുക്ക് ലഭിക്കുമ്പോൾ, അത് പൂർണ്ണമായും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും അനുഗ്രഹവുമായി തീരും എന്നുള്ള യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ സ്നേഹം. ഇന്ന് സ്നേഹമില്ല. ആ അവസ്ഥ മാറണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം. ദൈവം നമ്മളിൽ വസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു തുളുമ്പുന്നതാണ് നമ്മുടെ വായിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അത് ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കും, അവരുടെ സമാധാനം കെടുത്തിക്കളയുന്നതായിരിക്കും. എന്നാൽ ദൈവം പറയുന്നത് അപ്രകാരമല്ല. ദൈവം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ ആ സ്നേഹം നമ്മളിൽ കൂടി മറ്റുള്ളവർക്കും അനുഭവിക്കുവാൻ കഴിയുമ്പോൾ
അവിടെ നാം ചിന്തിക്കേണ്ടത് ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്രകാരമായിരിക്കണം ഈ ലോകത്തിൽ നാം ജീവിക്കാൻ. വീണ്ടും ജനനത്തിൽ നിന്നും നീതീകരണത്തിൽ നിന്നും വ്യത്യസ്തമാണ് പുത്രസ്വീകാര്യം. പുത്രത്വത്തിന്റെ അവകാശങ്ങൾ നൽകാതെ നീതീകരണം നൽകാവുന്നതേയുള്ളൂ. ദൈവിക നിയമത്തിന്റെ മുൻപിൽ പാപിയുടെ നില ഭദ്രമാക്കുകയാണ് നീതീകരണം. ഒരുവന്റെ പാപം ക്ഷമിച്ചു ദൈവം മുമ്പിൽ അവന്റെ നിയമപരമായ നില ശരിയാക്കാൻ അവനെ പുത്രനാക്കണമെന്നില്ല. എന്നാൽ ദൈവം തന്റെ കൃപാധികാരം നിമിത്തം നമ്മളെ മക്കളാക്കി നിത്യത മുഴുവൻ നിലനിൽക്കുന്ന മഹനീയ അനുഗ്രഹങ്ങൾ പുത്രത്വത്തിലൂടെ നൽകി. ഇതിനടിസ്ഥാനം ഇവിടെ കാണുവാൻ കഴിയും. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ദൈവം കരുണ നിറഞ്ഞവനാണ്. ദൈവത്തിന്റെ കോപം എന്ന് പറയുന്നത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ, അതെന്നേക്കും നിലനിൽക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ കരുണയോ അതെന്നേക്കും നിലനിൽക്കുന്നു. അതെന്നും നമുക്ക് അനുഭവിക്കുവാനും കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവത്തിന്റെ കരുണ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. ജീവിതത്തിൽ നാം നേരിടുന്ന പോരാട്ടങ്ങളിൽ നിന്നൊക്കെയും ദൈവം നമ്മെ വിടുവിക്കും. അത്രയ്ക്ക് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം കഷ്ടത അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് പ്രിയമുള്ളവരെ യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ജനിച്ചു വന്നത്. കാരണം നാം ഓരോരുത്തരും കഷ്ടമനുഭവിക്കാതിരിക്കണം എന്നുള്ളതാണ് യേശുവിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് യേശു കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഓരോ മനുഷ്യന്റെയും ആത്മാവ് പാപനിമിത്തം നശിച്ചു. ആ ആത്മാവിൽ കൂടി നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ നമ്മളിൽ നിന്ന് ആ പാപസംബന്ധമായ എല്ലാ കുറവുകളെയും എടുത്തു നീക്കി നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മക്കളാക്കി ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ശക്തിയും നമ്മളിൽ പകർന്ന് ഈ ലോകത്തെ ജയിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്നതായ നിത്യതയിൽ ഒരിക്കൽ നാം എത്തിച്ചേരണമെങ്കിൽ ദൈവത്തിന്റെ മക്കളായി തന്നെ നാം ഇരിക്കണം. അതിനാണ് ഇവിടെ പറയുന്നത് എഫേസ്യർ 2:4 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തമാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നതും ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നതും ഈ യേശുവിനെ നമ്മൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെയാണ്. അതിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഈ ലോകത്തായിരിക്കുമ്പോൾ അനുഭവിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനേക ഭാരങ്ങൾ നാം ചുമക്കുമ്പോൾ പലപ്പോഴും നാം ഇടറിപ്പോകാറുണ്ട്, തളർന്ന് വീഴുന്നവരുമുണ്ട്. എന്നാൽ ആ ഭാരങ്ങളെയൊക്കെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെങ്കിൽ നാം പൂർണ്ണമായും സ്വതന്ത്രരായിരിക്കുന്നു എന്നുള്ളത് നാം അറിയേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ നാം കഷ്ടതയും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു ജീവിതമാണ് നയിക്കുന്നത്.
എന്നാൽ യേശു പറഞ്ഞു, നിന്റെ ഭാരങ്ങളെയൊക്കെയും എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ അതൊക്കെയും ചുമക്കുവാൻ ശക്തനാണ്. നിന്റെ കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ഞാൻ ശക്തനാണ് എന്ന് യേശു പറയുവാൻ ഇടയായി. ഒരു മനുഷ്യൻ അപ്രകാരം പറഞ്ഞെന്നാൽ സ്വന്തം സഹോദരങ്ങളോ അമ്മയോ അപ്പനോ അങ്ങനെ പറഞ്ഞെന്നാൽ വാക്ക് മാറി പറയും. ചിലപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം പോലും നമുക്ക് അനുകൂലമായി ചെയ്യുവാൻ കഴിഞ്ഞെന്നില്ല. എന്നാൽ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ജീവിതത്തിലെ നിന്റെ ഭാരങ്ങളൊക്കെയും എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ അതൊക്കെയും ചുമന്നുകൊള്ളാമെന്ന്. പ്രിയമുള്ളവരെ, അതിനാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന് ലോകത്ത് ഏറ്റവും അധികം ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വരെയും അനുഭവിച്ച ചൂട് എത്ര ഭയങ്കരമായിരുന്നു. മലാഖി പ്രവചനമോ 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന്. ഇന്ന് ഇത്രയും ചൂടാണെങ്കിൽ അസഹനീയമായി സഹിക്കുവാൻ കഴിയാത്ത ഒരു ചൂട് വന്നെങ്കിൽ ഈ ചൂള പോലെ കത്തുന്ന ദിവസത്തെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആ ദിവസം മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിനായി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ ചൂളയുടെ ചൂട് നമ്മളും അനുഭവിക്കേണ്ടി വരും. അതാണ് പ്രവാചകൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വേരും കമ്പും എല്ലാം അതിൽ വെന്തുരുകി കത്തിപ്പോകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനും അല്ലെങ്കിൽ നീയും നിന്റെ തലമുറയും എന്നൊക്കെ പറയാം. എന്നാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ചൂടവൻ അനുഭവിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഇപ്പോൾ കാണുന്ന ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന്. കൊടുമുഴക്കത്തോടെ ആകാശം മാറിപ്പോകും ഇപ്പോൾ കാണുന്നത്. മൂലപദാർത്ഥങ്ങൾ ഇവിടെ കത്തിയഴിയും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുവാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ആ ചൂള പോലെ കത്തുന്ന ആ ദിനം പോലെ തന്നെ ഇവിടെ പിന്നെയും പറയുകയാണ്. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. അതൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ആരംഭം മാത്രമാണ് എന്ന് ഓർത്തുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ടതായ കാര്യം. 1 യോഹന്നാൻ 3:11 പറയുകയാണ്, കാണുവിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മെയും അറിയുന്നില്ല. ദൈവം നമ്മെ സ്നേഹിച്ചത് കാരണമാണ് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ നമ്മൾ അവനെ അറിയുന്നില്ല എങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്, ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മയും അറിയുന്നില്ല. ലോകമെന്ന് പറയുന്നത് എന്താണ്? ദൈവം ആരാണെന്ന് അറിയാതെ, ആ ദൈവത്തെ നമ്മൾ സ്വീകരിക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ജീവിക്കുന്ന മനുഷ്യ, അതാണ് ലോകം. ആ ലോകം നിങ്ങളെ യേശുവിനെ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, യേശുവിനെ അറിഞ്ഞവരെയും ആ ലോകം വെറുക്കുകയാണ്. അവരറിയുന്നില്ല. കാരണം അത് അവർക്കൊരു തടസ്സമാണ്. അവരുടെ പ്രവൃത്തികൾക്കെല്ലാം, അവർ ഇരുട്ടത്ത് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ഈ വെളിച്ചത്തിൽ കാണുവാൻ കഴിയും. അതാണ് യേശുവിനെ ഈ ലോകം അറിഞ്ഞിട്ടില്ല എന്ന് പറയും. ഇപ്പോൾ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. യേശുവിന്റെ സമാധാനവും സ്നേഹവും സന്തോഷവും അനുഭവിക്കുവാൻ നാം ആഗ്രഹിക്കണം. അതിൽ കൂടി നമ്മുടെ തലമുറകളും ഉയർത്തപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെ എന്ന് പൂർണ്ണമാക്കി തരുന്നതാണ് യേശുവിന്റെ ഭൂമിയിലേക്കുള്ള വരവ്. യേശുവിന്റെ കാൽവരിയിലെ ക്രൂശീകരണം സകല മനുഷ്യരെയും പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുവാനുള്ളത്.
യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും യേശുവിന്റെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് അവനോട് ചേരും എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്രകാരമായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെ ഓരോരുത്തരുടെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഞാനിപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് വരാറായി, ഒരുങ്ങിക്കൊള്ളുവിൻ.